വീട്ടിലേക്ക് ദൈവം പറഞ്ഞയച്ച ഒരാള് വരുവാണെങ്കിൽ എന്തായിരിക്കും അങ്ങനെ കാണുന്നത്? അയ്യോ സ്വത്രം, വാതില് തുറന്നു കിടക്കുക, ബെല്ലടിച്ചില്ല, നേരെ വന്ന് കേറുമ്പോൾ പുറകിലെ വാതില് കേറുമ്പോൾ അപ്പനും അമ്മയും മക്കളും കൂടി കോമഡി കണ്ടോണ്ടിരിക്കുവാണെങ്കിലോ തീർന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെയും വിടാത്ത ദൈവത്തിനറിയാം ദൈവവും കൂടി ചമ്മി പോകുന്നു. കീഴെ കയറി വന്ന വഴി കാണുന്ന എന്താ? നിങ്ങളെ രംഗം ഒന്ന് കാണണം. ചേറിൽ കുളിച്ച്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാത്രം ഉണ്ടാക്കുന്നവൻ ടൈയും കെട്ടിയൊന്നും ആയിരിക്കുകയല്ലോ, ഒരു ചെറിയ കുറിവണ്ട് കൊടുത്ത് വേറെ എല്ലാ ശ്രദ്ധയും വിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിന്റെ മേൽ തടുത്തുകൂട്ടി വെച്ചിരിക്കുന്ന മണ്ണിനെ വാരിപ്പിടിച്ച് അവന്റെ മനസ്സിൽ കാണുന്ന രൂപം അതിൽ പ്രത്യക്ഷമാകുവോളം ബലിഷ്ഠമായ കരം കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞു പിടിച്ച് ആ ചക്രത്തിന്റെ മേൽ വേല ചെയ്യുന്ന കുശവനെയാണ് ഇരമ്യാവ് കണ്ടത്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, എന്റെ ഒരുവൻ വരുമ്പോൾ നട്ടുച്ച നേരത്ത് ഉച്ചയുറക്കം ഉറങ്ങുന്ന ഒരു പാസ്റ്ററെ മനുഷ്യൻ കാണാതിരിക്കട്ടെ. നിനക്ക് എന്നാ BP ഉണ്ടെങ്കിലും എന്നാ ഷുഗർ ഉണ്ടെങ്കിലും നിന്റെ വീട്ടിലേക്ക് ഒരുത്തൻ വരുമ്പോൾ ആ സമയത്ത് വെറുതെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരുവനെ അല്ല കാണേണ്ടത്, അധ്വാനിക്കുന്ന ദൈവദാസനെ കാണട്ടെ. ചുമ്മാ എല്ലാവരെയും പറ്റിച്ച് കാശുണ്ടാക്കി ആള് കളിക്കുന്നവനെ അല്ല ദൈവത്തിന് കാണേണ്ടത്, അല്ല ദൈവത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. അധ്വാനിക്കുന്നവനെ, കഷ്ടപ്പെടുന്നവനെ, സ്വന്തം നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ആഹാരം കഴിക്കുന്നവനെ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനെ. സ്തോത്രം. ദൈവത്തിന്റെ കണക്ക് കൂട്ടൽ തെറ്റില്ല, ഇരമ്യാവിന്റെ പ്രതീക്ഷ തെറ്റിയില്ല. വലത്തുകാല് വെച്ച് വീട്ടിലേക്ക് കയറിയ മാത്രയിൽ ആ മനുഷ്യൻ കണ്ടത് കഠിനാധ്വാനിയായ, കോൺസെൻട്രേഷൻ തെറ്റാത്ത, രൂപാന്തരങ്ങൾ വരുത്തുന്ന, രൂപം വരുത്തുന്ന മഹാനായ ഒരു മനുഷ്യനെ. സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, ഇനിയെങ്കിലും നന്നാവാങ്കി നന്നാവ്. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഇന്നലെ